സ്മൈൽ. സൂര്യ, ഇല്ല കുഴപ്പമൊന്നുമില്ല. ക്യാമറ ഞാൻ നോക്കിക്കോളാം. സാർ. ഇല്ല, ഇത് സേഫാ. ഇതൊന്നും ആരും പേടിക്കണ്ട. അല്ല, എനിക്ക് ടെൻഷൻ ഉണ്ട് സാർ. താഴെ പോയാ സൂര്യയുടെ കയ്യിൽ നിന്ന് സൂര്യക്ക് ആവശ്യമുള്ള ഒരു സാധനവും താഴെ പോവില്ല. അതാണ്. ഡോണ്ട് വെറി. സ്മൈൽ. ഇവനെന്താ ജിംനാസ്റ്റിക്സ് കളിക്കുന്നു? ഫ്രണ്ടി ഫോട്ടോ എടുക്കുന്നതിന് എന്റെ ബാക്ക് ഇടിക്കുന്ന എന്തിന്? എന്ത് കഷ്ടം. നെക്സ്റ്റ് ആരാ നെക്സ്റ്റ് ഇല്ലേ? ആരാ നെക്സ്റ്റ്? അയ്യോ വിവേക നോക്കടാ. വന്ദന മേഡം വന്നേ. ഇങ്ങോട്ട് വാ അങ്കിളെ. വരാനല്ലേ പറഞ്ഞു. ആന്റി ഇങ്ങോട്ട് വാ. ആന്റി ഇങ്ങോട്ട് വാ. ഇവിടെ ചേർന്ന് തന്നെ ജോഡികളായിട്ട് അങ്ങ് നിന്നേ, ഇണക്കുരുവികളായിട്ട്. അതെ, നിങ്ങളെല്ലാവരും ഇങ്ങനെ മരിച്ചെടുത്ത് വന്നതുപോലെ മുഖം അങ്ങനെ വീർപ്പിച്ച് കെട്ടി നിൽക്കുന്നത്. ഒന്ന് ചിരിച്ചൂടെ? ചിരിക്കും. സ്മൈൽ. നന്ദിനി ഒന്ന് ഞാനേ ഫോട്ടോ ഒന്ന് എടുത്ത് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാം. ചേർന്ന് കാരണം അടിക്കില്ല. അതെ, സത്യത്തിൽ ഈ ഫോട്ടോഷൂട്ടിന് എന്താ ഉദ്ദേശം? അല്ല, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ഞാൻ ചോദിക്കാം കേട്ടോ. അല്ല, എന്തിന്റെ പേരിലെ ഫോട്ടോ എടുക്കുന്നെന്ന് പറ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ. രഞ്ജിത്തിന്റെയും വേദയുടെയും വിവാഹമല്ലേ? നാളെ നിശ്ചയമല്ലേ? അതിന്റെ ഫോട്ടോഷൂട്ടാ. കറക്റ്റ്. എന്റെ അളിയൻ പഴയ പോലൊന്നും അല്ല. അല്പം വിവരം വെച്ചിട്ടുണ്ട് കേട്ടാ, കുറച്ച്. അപ്പൊ പിന്നെ ഇവരുടെയൊക്കെ ഫോട്ടോ കൊടുക്കുന്നതിൽ എന്താ കാര്യം അല്ലേ? കല്യാണം കഴിക്കുന്നവർ വന്ന് നിൽക്കട്ടെ. നിങ്ങൾ പോയിക്കോ. ഗോ ടു യുവർ പ്ലേസ്. പൊക്കോ. ഇങ്ങോട്ട് വാ എന്റെ പുന്നാര പെങ്ങള്. വാ. നീ എന്തിനാ ചൂടാവുന്നത്? എടോ, നിങ്ങൾ കപ്പിൾസ് ആണ്, ഒരുമിച്ച് ചേർന്ന് നിൽക്ക്. വിവേകം ഒന്ന് കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ ക്യാമറ നിക്ക്. എങ്ങനെ? ഇങ്ങനെ സൂര്യ അടുത്തേക്ക്. ഇവിടെ ഉണ്ടല്ലോ ഐറ്റം. അത് നിങ്ങൾ പോകോ. മതിയോ? ഇവിടെ വാ. നീ ഇങ്ങോട്ട്. നിന്റെ അതെ, നീ ഫോട്ടോഷൂട്ടും വെച്ച് എല്ലാവരും ഫോട്ടോ എടുത്ത് അങ്ങ് സൂചിച്ചാ പോരല്ലോ. നിന്റെ ഫോട്ടോ ഞാൻ എടുത്തു തരാം. ഇവനെന്താ കാണിക്കുന്നേ? ഒരു വന്യജീവി. അയ്യോ, ഇത് എന്തൊരു മോന്ത ഹിപ്പോപ്പൊട്ടാമസാ. ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് നീയാണോ? മറ്റുള്ളവരെ ചിരിപ്പിക്കാനും കളിപ്പിക്കാനും ഒക്കെ നിൽക്കുന്നത്? അയ്യേ, അല്ലടാ വിവേക. ചോദിക്കാനുണ്ടോ? അമേരിക്കയിൽ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ടെന്ന് സൂര്യ പറഞ്ഞപ്പോ ഞാൻ കരുതിയതേ കുറച്ചുകൂടെ മെച്ചപ്പെട്ടവനായിരിക്കും. ഉള്ളത് ഇത് നോർമൽ. അത് കറക്റ്റ്. വെരി വെരി നോർമൽ. സൂര്യ ആദ്യം നിന്റെ ഫോട്ടോ ഇതിൽ പതിവൊന്ന് ഞാൻ നോക്കട്ടെ. വൈഡാങ്ങൾ വെക്കേണ്ടി വരും. നോക്കട്ടെ. വിവേക് അതാരാ? എന്താ നന്ദിനി? ഒന്നീ വന്ന് വരാൻ. ഞാനേ ഇത് ഫ്രെയിമിൽ കൊള്ളുമെന്ന് നോക്കട്ടെ. എന്താ? ഒന്ന് വന്ന്. ഒരു കുഴപ്പമില്ല. ചെല്ലേ. എന്താ നന്ദിനി? അല്പെങ്കിലും മനുഷ്യത്വമുണ്ടോ നിങ്ങക്ക്? എന്താ?
ഈ കുടുംബത്തെ ഒരാൾക്കും ഇഷ്ടമല്ലാന്നിട്ട് പോലും 24 മണിക്കൂറും വിവേകിന്റെ കൂടെ നടക്കല്ലേ സൂര്യ സാറ്? ആ സൂര്യ സാറിന്റെ കുടുംബത്തിനും ദോഷം വരുന്ന ഒരു കാര്യം ചെയ്യരുതെന്ന് വിവേകിന് തീരുമാനമെടുത്താൽ എന്താ? അല്ല നന്ദിനി, ദേ മിണ്ടിപ്പോരുത്. കൂട്ടുകാരനെന്ന വാക്കിന്റെ അർത്ഥമേ കൂടെ കള്ളു കുടിക്കുന്നവനല്ല. എന്ത് വൃത്തികേട് ചെയ്താലും അതിൽ പങ്കു പറ്റുന്നവരും അല്ല. സ്വന്തം കൂട്ടുകാരനൊരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അത് തിരുത്താൻ അറിയണം. അയാള് ജീവിക്കുന്ന കുടുംബത്തിന്റെ അന്തസ്സ് തിരിച്ചറിയാൻ പറ്റണം. നിങ്ങൾക്കൊന്നും അത് പറഞ്ഞിട്ടില്ല. നന്ദിനി, അവനെ ഞാനങ്ങനെ നോക്കിയിട്ടില്ലെന്ന് പറയരുത്. പിന്നെ കള്ളു കുടിച്ച കാര്യം, അവനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എനിക്കത് തിരുത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? തിരുത്തണ്ട. പക്ഷെ വിവേകിന് കുടിക്കാതിരിക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്? അവിടെ സാറിന്റെ വേഷം കെട്ട് മുഴുവൻ കണ്ടു നിൽക്കുന്നവരുടെ ഉള്ളിലെ ഇതൊരു തമാശയല്ല. പത്മ മാഡവും വന്ദന മാഡവും ഉദയശങ്കർ സാറും ഒക്കെ വലിയ ദേഷ്യത്തിൽ നിൽക്കുക. അത് തിരിച്ചറിയാതെയാ സാർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ. എന്തിനാ വിവേക ഇത്? നിങ്ങൾക്കൊക്കെ ഇതൊരു രസമായിരിക്കും. പക്ഷെ ഇത് നോക്കി നിൽക്കുന്ന ഞാനുണ്ട്. എന്നെ എന്തു പറയുന്നറിയോ? വേദ മാഡത്തിന്റെ വിവാഹം നടക്കാതിരിക്കാൻ ഞാൻ കരുതിക്കൂട്ടി ചെയ്യുന്നതാണെന്ന്. ഇവിടെ നടക്കുന്ന ഓരോ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം വേറെ ആരും തേടി പോയില്ല. അത് എന്റെ തലയിലേക്കേ വരൂ. അത് സാറിന് നന്നായിട്ട് അറിയാം, വിവേകിനും നന്നായിട്ട് അറിയാം. എന്നിട്ട് ഇങ്ങനെയായി പോകുന്നല്ലോ നിങ്ങള്. സോറി നന്ദിനി, സോറി. ഇതൊന്നും ഒരു സോറിയിൽ അവസാനിക്കുന്ന കാര്യങ്ങളല്ല. മനുഷ്യത്വം കാണിക്കേണ്ടടുത്ത് മനുഷ്യത്വം കാണിച്ചേ പറ്റൂ. അല്ലാതെ ഒരു സൗഹൃദവും എനിക്ക് മനസ്സിലാവില്ല. സൂര്യ സാർ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇത് കൊളമാക്കാൻ തീരുമാനിക്കുമ്പോ വിവേകിനത് തടയാൻ പറ്റണമായിരുന്നു. ഓരോ ദിവസം വരുമ്പോഴും ആ ദിവസം എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകണമെന്ന പ്രാർത്ഥനയേ ഉള്ളൂ. ഇത്രയും നാളും ഞാൻ സാറിനെ കുടിപ്പിക്കാതെ കൊണ്ടു നടന്നു. പക്ഷെ നിങ്ങൾ വിചാരിച്ച എളുപ്പത്തിൽ സാറിന് അതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും. ആലോചിച്ച് നോക്കണം വിവേക്. ഇതിന്റെ പേര് സൗഹൃദം എന്നാണോ? എല്ലാവർക്കും എല്ലാം ആഘോഷിക്കാം. എന്നിട്ട് പിന്നെ എല്ലാരും പറയുന്നൊരു കാര്യമുണ്ട്, നന്ദിനി ഇതൊക്കെ സഹിക്കണം. അതെന്റെ തലവിധി. ഞാൻ സഹിക്കുക, ഇതെല്ലാം സഹിക്കുക.